ഇപ്പൊ ജീഷോ അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അവളുടെ അടുത്ത് നിന്ന് മാറിപ്പോയതോടെ അവൾക്ക് കാര്യമെല്ലാം മനസ്സിലാവും ഇവർ തമ്മിൽ ഒരിക്കലും സെറ്റ് ആവത്തില്ലെന്ന്. എന്നിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് ഇവരുടെ സാറും ഷൗഷുങ് ഇവിടെ നിന്ന് അവളുടെ അച്ഛനമ്മ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, അവിടേക്ക് തന്നെ മാറാൻ പോകുന്ന പറയും. അതുകൊണ്ട് പോകുമ്പോ അവൾക്കൊരു ബായൊക്കെ പറഞ്ഞേക്കെന്ന് പറഞ്ഞ് സാറും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഷീയാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടി ലെറ്റർ ഇങ്ങനെ കൈ വെച്ചേക്കും. എന്നിട്ട് സാറും ഷൗഷുങ്ങിനോട് ഇവൾ ഇപ്പോഴല്ല വന്ന് അതിനുമ്പ് ഇവിടെ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞ് സാറും കുറച്ച് സങ്കടത്തിലേക്ക് ഇരിക്കും. അപ്പോഴാണ് അവളും സാറല്ലേ പ്രശ്നം ഉണ്ടാക്കി സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് ഇവൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം സാർ അതൊക്കെ ചുമ്മാ പറഞ്ഞ്, അല്ലാതെ പിള്ളേരെയൊക്കെ ഞാൻ എന്തിനാ പുറത്താക്കുന്നതെന്ന് പറഞ്ഞ് ഇവളൊരു നല്ല കുട്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം അവളും പോകുന്ന മുമ്പ് സാറിനെ ഹഗ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പുറത്ത് ഇവൾക്ക് വേണ്ടി ഷീലിംഗ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് അവൾ സന്തോഷത്തി ഇവൾ ഇവിടെ പോകുന്നത് ഇവൻ അത്രയ്ക്കും സങ്കടമാണെന്ന് ചോദിക്കുമ്പം അവന് ചുമ്മാ ഇവിടെ നിന്നെയാന്ന് പറഞ്ഞ് അവളുടെ കൂടെ തമാശയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കുന്ന ഷീ ഇത് കാണുമ്പോൾ ഷൗഷങ്ങും ഇവന് സത്യത്തെ ആരെ ഇഷ്ടമെന്ന് അവൾക്ക് ഇപ്പൊ മനസ്സിലായെന്ന് പറഞ്ഞ് ഇവന്റെ ഫോൺ തിരിച്ചു വേണ്ടെന്ന് ചോദിക്കും. അങ്ങനെ അതോടെ അവനാണ് പേടിച്ചിട്ട് അവളുടെ അങ്ങ് തിരിച്ചു വാങ്ങിക്കും. എന്നിട്ട് ഇവനും പുറത്തു വരെ അവളുടെ കൂടെ ചെല്ലുമ്പം അവളാണ് ഇവിടുന്ന് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സത്യത്തിൽ ഇവിടുന്ന് പോകുമ്പോൾ ഇവൾക്ക് മനസ്സരുന്നില്ലെന്ന് പറയും. കാരണം ഇവരെയൊക്കെ കുറെ മിസ് ചെയ്യുന്ന അവളിങ്ങനെ പറയുമ്പോൾ അവനും എല്ലാരും ഇവളെയും മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ പുതിയ സ്കൂളിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കലെന്ന് പറഞ്ഞ് അവിടെ ഉള്ളവരൊക്കെ ഇവരടിച്ച് പഞ്ഞിക്കിടുന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവൾ അവിടെ നടന്നു പോകുമ്പോൾ അവൻ ഇതുവരെ ഇവളോട് ഇങ്ങനെ സംസാരിച്ചതിനൊക്കെ സോറി പറഞ്ഞിട്ട് അവളോട് പറഞ്ഞതൊക്കെ തെറ്റാന്ന് പറയും. അങ്ങനെ ഇവൾ സന്തോഷമായിട്ട് ജീവിക്കാനാ അവൻ ആഗ്രഹിക്കുന്ന പറയുമ്പം അവളാണ് തിരിച്ച് ഇവനെ നോക്കി ചിരിക്കും. അങ്ങനെ അതോടെ ഷൗഷങ് ഈ സ്കൂളിലുള്ള പഠിത്തം നിർത്തി. എന്നിട്ട് ഈ കാര്യം അറിയുന്ന യങ്സയാണ് ഷൗഷങ് ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് അവൾ ധൃതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം അവൾ എപ്പോഴേ പോയെന്ന് പറഞ്ഞ് ഷീലിയും പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവളും ഇവൾ എന്നോട് മാത്രം ബായ പറയുന്നതിനെ വീണ്ടും വീണ്ടും പോകുന്നെന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവിടെ നിന്ന് ഓടിച്ചെല്ലാൻ നോക്കുമ്പോൾ ഇവനാണ് ഇവളുടെ എനിമയല്ലേന്ന് പറഞ്ഞ് ഇവൾ എന്തിനാ ഇപ്പൊ കാണാൻ പോകുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ ചുമ്മാ പറഞ്ഞ, അല്ലാതെ എന്റെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വില ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളും കുറച്ച് സങ്കടത്തിലൊക്കെ അവളോട് മുമ്പൊക്കെ മിണ്ടായിരുന്നെന്ന് പറയും. അല്ലാതെ അവൾ വീണ്ടും പോകുവാണ് ഇവളെ സമ്മതിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അവള് മിക്കവാറും എയർപോർട്ടിൽ പോയി കാണുന്ന പറഞ്ഞ് അവനും പറഞ്ഞിട്ട് ജീഷോ എല്ലാം ഇവളോട് സംസാരിച്ചായിരുന്നു ചോദിക്കും. അപ്പോഴാണ് അവളും കുറച്ച് വിഷമിച്ചിട്ട് തിരിച്ചൊന്നും പറയാതിരിക്കുമ്പോൾ തന്നെ അവനും ഇപ്പൊ രണ്ടുപേർ തമ്മിലുള്ള ബന്ധം എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇപ്പൊ അവളും ജീഷയും കൂടെ വെറും ഡെസ്ക് മേറ്റ്സ് മാത്രമാണെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൾക്ക് അതോർത്ത് സങ്കടമെല്ലാം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ജീഷയെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയും. അങ്ങനെ അവനെ കാണാൻ കൊട്ടാരത്തിലെ രാജാവിനെ പോലെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ അവന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളും ഇവൾക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് ഇവൾ ആ രാജാവിന്റെ റാണിയാകാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിരുന്നിട്ട് എങ്കിൽ പിന്നെ അത് മനസ്സിലായ കൊള്ളാന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടുത്താൻ നോക്കുമ്പോൾ അവള് മനസ്സിലാകാതിരിക്കാൻ ഇവളൊന്ന് മണ്ടിയല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തിനാ ഷീയെ പ്രപ്പോസ് ചെയ്തപ്പോ തിരിച്ചൊന്നും പറയാത്തേം ചോദിക്കും. കാരണം ഷൗഷങ് ഇവളോടും പറഞ്ഞായിരുന്നു പണ്ട് ഇവൻ ഷീയെ പ്രണയിച്ചായിരുന്നെന്ന്. അപ്പോഴാണ് ഇത് കേട്ട് ഷീലിങ്ങും അങ്ങനെ അവള് വിചാരിക്കുള്ള കാരണം ഇവൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് സത്യമായിട്ട് പണ്ട് തൊട്ട് ഇവൻ ഷീയെ പ്രണയിച്ചിട്ടേ ഇല്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇതൊക്കെ തെറ്ററിഞ്ഞാന്ന് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊന്ന ഷീയാണ് ഇതെല്ലാം കേൾക്കും. അപ്പോഴാണ് യങ്സയാണ് മൊത്തത്തിൽ പേടിച്ചു ഷീയെ നോക്കുമ്പോൾ ഇവിടെ ഷീലിങ്ങും ഇവളെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് ഒരു റിപ്ലൈയും തരായിരുന്ന ഇപ്പൊ ഇവളെ തന്നെ എല്ലാം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനും ചെറിയ കുറ്റബോധമാകും. അതിനേശം ഷീയും അതോടെ വിഷമിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനേശം ഇവ രണ്ടുപേരും കൂടെ അവളുടെ പുറകെ വരുമ്പോഴാണ് അവൾ എങ്ങോട്ട് പോയെന്നറിയാതെ രണ്ടുപേരും ഓരോ വഴിക്ക് പോകും. അപ്പോഴാണ് പെടുന്ന ഷീയാണ് ഒരു വണ്ടിയുടെ ഇടയിൽ ചെന്ന് ഇവൾക്ക് ഒരു ആക്സിഡന്റ് പറ്റും. അതിനേശം അവിടേക്ക് വരുന്ന യങ്സ ആയിരിക്കും ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ ഉള്ളവരൊക്കെ സഹായത്തിന് വിളിക്കുന്നത്. എന്നിട്ട് ഇവിടെ ആശുപത്രി വെച്ച് ഡോക്ടറും ഷീക്ക് കുറെ ബ്ലഡ് ഒക്കെ ലോസ് ആയെന്ന് പറഞ്ഞ് അവൾക്ക് അത്യാവശ്യമായിട്ട് ചോര വേണമെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് യങ്സ അവളുടെ അച്ഛനമ്മയും കൂടെ ഇവരുടെ ചോര എടുത്തോളാന്ന് പറഞ്ഞ് അവര് പേടിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറാണ് അവളുടെ ബ്ലഡ് RH നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് ആ സെയിം ബ്ലഡ് മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറയും. അങ്ങനെ ഇത് കേട്ട് ഇവരെല്ലാവരും കൂടെ ഭയങ്കര ടെൻഷനാകും. കാരണം ആ ബ്ലഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ അതുകൊണ്ട് അത് എങ്ങനെ ഒപ്പിക്കുമെന്ന് പറഞ്ഞ് ഇവരൊക്കെ പേടിച്ചിരിക്കുമ്പോൾ ഷീലിംഗ് ആണ് അവൾ കരയുന്നുണ്ട് അടുത്തേക്കൊന്ന് സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് യങ്സയ്ക്കും ഇവളുടെ അതേ സെയിം ബ്ലഡ് ഷൗഷങ്ങിനുള്ളതെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഷീലിംഗ് ആണ് ഇവൾ ഓടി കണ്ടെത്തോന്ന് സമയമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഇപ്പൊ അവളെ ഫോൺ വിളിച്ചു നോക്കും. അപ്പോഴാണ് ഇവിടെ എയർപോർട്ടിൽ വെച്ച് ഷൗഷങ് ഷീലിയും വിളിക്കുന്നുണ്ട്. അതിനുമ്പ് ഇവളെ മിസ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ അപ്പൊ തന്നെ ഷീയുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അതോടെ അവളും അവളുടെ ലക്കേജ് ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെ ഇവള് കരഞ്ഞോണ്ട് ഷീയെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഇവള് വരുന്ന അതേ സമയം ഇവിടെ യങ്സയുടെ അച്ഛനമ്മയും കൂടെ അവള് വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് ഷീയുടെ ജീവനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഷൗഷങ്ങും എത്രയും പെട്ടെന്ന് പോകുന്ന പറഞ്ഞ് അവള് ഡ്രൈവറിനോടൊക്കെ പറഞ്ഞ് അവസാനം അവള് താമസിക്കാതെ തന്നെ അവിടേക്ക് വന്നെത്തും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പൊ ഷീയെ രക്ഷിക്കാൻ പറ്റി. അതിനേശ് യങ്സയും ഇവൾ ഇവിടുന്ന് പോകാതെ അവളെ സഹായിക്കാൻ വന്നതിന് താങ്ക്സ് ഒക്കെ പറയുമ്പോൾ ഷൗഷങ് ആണ് ഇവളോട് നിന്നെ താങ്ക്സ് പറയുന്നതെന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലെന്ന് പറയും. അപ്പോഴാണ് യങ്സയും അതേപോലെ മുമ്പ് അങ്ങനെ സംസാരിച്ചതിനൊക്കെ സോറി എന്ന് പറഞ്ഞ് ഇവര് കാരണമാണോ സ്കൂളിൽ മാറിപ്പോന്നെന്ന് ചോദിക്കുമ്പോൾ ഷൗഷങ്ങും ഇവള് കാരണം എന്തിനാ മാറിപ്പോന്നെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനമ്മയും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയും. അല്ലാതെ ഇവൾക്ക് ഇവിടെ നിന്ന് പോകാൻ മനസ്സിലെന്ന് പറയുമ്പോൾ യങ്സയാണ് ഇത് ഷീയുടെ ആയിരുന്നു ലെറ്റർ എന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടി എഴുതിയ ലെറ്റർ ഇപ്പൊ ഇവളുടെ തന്നെ കൊടുക്കും. അതിനേശം ഷൗഷങ് അവിടെ നിന്ന് പോയിട്ട് അവൾ പോകുന്ന വഴിക്ക് ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് ഷീയാണ് ഇവളോട് നല്ല രീതിക്ക് സംസാരിച്ച് പഴുതല്ല ഫ്രണ്ട്ഷിപ്പ്
ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി അവൾ ആഗ്രഹിച്ചെന്ന് പറയും. പക്ഷെ അവൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവൾ ആ ചാൻസ് ഒക്കെ വിട്ടുകളഞ്ഞെന്നറിഞ്ഞ് ഇപ്പൊ ഇവള് പോകുമ്പോഴ അവൾക്ക് ആ സങ്കടം മനസ്സിലായെന്ന് എഴുതി വെച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് അല്ലേന്ന് പറഞ്ഞ് അവൾ അവസാനം ഇങ്ങനെ എഴുതി വെച്ചേക്കുമ്പോൾ ശൗഷങ്ങ് വിഷമിച്ചോണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട്സ് അല്ലേന്ന് അവൾ ഇവരൊക്കെ കുറെ മിസ് ചെയ്യും. അതിനേശം ഇവിടെ ഷീലിങ്ങും യങ്സെ വെറുതെ ആശുപത്രിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ചൊന്ന് വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ അവന് ഷീയോർത്ത് പേടിക്കേണ്ട, അവളിപ്പോ ഡേഞ്ചർ സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നറിയും. അപ്പോഴാണ് അവളും ഇവളുടെ അച്ഛനമ്മ ഷീ കൊടുക്കുന്ന സ്നേഹം കണ്ട് അവൾക്ക് അസൂയ വരുത്തിയുള്ളെന്ന് പറയും. പക്ഷെ ഇന്നൊരു ദിവസം അവൾക്ക് അച്ഛനമ്മ ഇല്ലാത്ത വിഷമം ഇവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്നറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഇവളുടെ അച്ഛനമ്മയെ ഇന്നൊരു ദിവസം അവൾക്ക് കൊടുത്തേക്കോന്നറിയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവളുടെ അസൂയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്നറിഞ്ഞ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷീലിങ്ങും അവൾക്ക് വീടില്ലാതെ ഇരുന്നപ്പോ ഇവരെല്ലാം കൊടുത്ത് സഹായിച്ചെന്നറിഞ്ഞ് അവൻ അത് പറഞ്ഞേക്ക് ഇവളെ സമാധാനപ്പെടുത്തിയിട്ട് ഇവളിപ്പോ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അവൾക്കൊരു പേടിയില്ലെന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിലേക്ക് പോകും. പക്ഷെ അവള് പോയതിനു ശേഷം ഇവിടെ ഷീലിങ്ങാണ് ഉറങ്ങാതെ ആ രാത്രി ഫുള്ളും അവൾക്ക് സുരക്ഷയായിട്ട് അവൻ അവിടെ തന്നെ കാണും. അതിനേശം അടുത്ത ദിവസം ഇവിടെ യങ്സെ താഴേക്ക് ഇറങ്ങി വരുമ്പം അപ്പോഴവിടെ ഷീലിങ് നിൽക്കുന്നിട്ട് ഇവൻ എപ്പോഴും ഇവിടേക്കൊന്നും ചോദിക്കും. അപ്പോഴാണ് അവനും ചുമ്മാ രാവിലെ ഈ വഴി കൂടെ പോയപ്പോൾ അവൻ ഇവിടെ വന്നേന്ന് പറയുമ്പം ഇവളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ആന്റിയാണ് ഇവൻ മോളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് രാത്രി ഫുള്ളും അവൻ ഇവിടെ തന്നെ കുത്തിയിരുന്നാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞിട്ട് അവര് പോയ ഉടനെ ഇവിടെ ഷീലിങ് മൊത്തത്തിൽ പെട്ടുപോയി. അപ്പോഴാണ് യങ്സയും ഇവനെ തന്നെ നോയിക്കൊണ്ടിരിക്കുമ്പം അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൻ അവൾക്ക് ചെന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവളെന്തെന്ന് സ്കൂളിൽ വരാത്തേന്ന് ചോദിക്കുമ്പം അവളും ഷീ എങ്ങനെ ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സ്വസ്ഥത ക്ലാസ്സിൽ പോകുന്നറിഞ്ഞ് അവൾ ആ റീസൺ പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത. അപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവനും എങ്കിൽ പിന്നെ അവനും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരും. അതിനുശേഷം അവനും ഇവളുടെ ഡ്രസ്സൊക്കെ ചെന്ന് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഇവൾ ആശുപത്രി കൊണ്ടാക്കാന്ന് പറയും. അപ്പോഴാണ് അവളും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവൾ ഒറ്റയ്ക്ക് പോയിക്കോളാം പറഞ്ഞിട്ട് അവന് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കും. അപ്പോഴാണ് അവൻ പോയ കുറച്ച് സമയം കഴിഞ്ഞ് പെട്ടെന്ന് വലിയൊരു എർത്തിക്കൊക്കെ ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആശുപത്രി ഇരിക്കുന്ന യങ്സയുടെ അച്ഛനമ്മയും കൂടെ യങ്സി വീട്ടിൽ ഒറ്റയ്ക്കാന്ന് വിചാരിച്ച് പെട്ടെന്ന് അവളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇങ്ങനെ ചെല്ലും. ഇതേ സമയം ഷീലിംഗ് ആണ് വീണ്ടും അവളുടെ വീട്ടിലേക്ക് ഓടിയെത്തിയിട്ട് അവളെ ചെന്ന് രക്ഷിക്കും. അങ്ങനെ വന്നേക്കുന്ന ഒരു വലിയ എർത്തിക്കൊക്കെ അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനമ്മയും കൂടെ പേടിച്ചിട്ട് ആദ്യം തന്നെ യങ്സിയെ കുറെ ഫോൺ വിളിച്ചു നോക്കും. അപ്പോഴാണ് അവളാണ് ഫോൺ എടുത്തിട്ട് അവൾ ഓക്കെ അവൾക്ക് കൂട്ടിന് ഷീലിംഗ് ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇവർക്ക് സമാധാനം. പക്ഷെ അടുത്ത സെക്കൻഡ് നമ്മൾ ഷീയെ മറന്നുപോയെന്ന് പറഞ്ഞ് അവൾ അകത്താന്ന കാലിച്ച് വീണ്ടും പോകാൻ നോക്കുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സാണ് അവരൊക്കെ സേഫ് ആക്കാൻ ആൾക്കാർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരെ തടഞ്ഞിർത്തിക്കൊണ്ടിരിക്കും. അതിനേശം ഇവിടെ യങ്സിയെ പേടിച്ചിരിക്കുന്നുണ്ട്. അവൻ അടുത്തിരും ധൈര്യം കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതേസമയം ജീഷയാണ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഇവളിപ്പോ സേഫ് ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളിപ്പോ ഷീലിന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞ് ഇവൻ സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെല്ലാം ഓക്കെ എങ്കിൽ പിന്നെ ഇവൾ ഓക്കെ എങ്കിൽ ബായി എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം യങ്സി ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഇവളുടെ അച്ഛനാണ് ഇവളുടെ അമ്മ ഷീയോട് സംസാരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ് അവൾ വെയിറ്റ് ചെയ്യാൻ പറയും. കാരണം ഇപ്പൊ എർത്തിക്കൊക്കെ വന്നപ്പോ ആദ്യം സ്വന്തം മോളെ കുറിച്ച് ആലോചിച്ചെന്ന് പറഞ്ഞ് ഇവൾ ഓർക്കാത്തതിന് സോറി പറഞ്ഞ് അവരവിടുന്ന് വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ ഷീയും കേട്ടിട്ട് അവളും കരഞ്ഞോണ്ടിരിക്കുക. അതിനുശേഷം യങ്സയുടെ അമ്മയും ഇവരെ കുറിച്ച് മനസ്സിലാക്കണേ ഇവൾ ഇനിയും കൂടെ വളർന്നാലേ അതൊക്കെ മനസ്സിലാത്തുള്ളെന്ന് പറഞ്ഞ് ഏതോ സിറ്റുവേഷനിലും സ്വന്തം മകളെ ആലോചിച്ചോന്ന് അവരിങ്ങനെ പറയുമ്പോൾ തന്നെ പുറത്തിരുന്ന് യങ്സയ്ക്ക് ഇപ്പോഴാണ് സന്തോഷം വരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവളുടെ അച്ഛനമ്മയും വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് യങ്സയും പുറയുന്ന് അവരെ നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞ് അവൾ നാണിച്ചിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് യങ്സയും ഷീയുടെ അടുത്തേക്ക് ചെന്നിരിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ബോധം വരും. അങ്ങനെ ഇത് കണ്ട് യങ്സെ ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ ഷീയാണ് ഇവളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ആദ്യം ഇവളോട് കുറെ സംസാരിക്കണം എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഷീയും യങ്സയെ പോലെ തന്നെ അവളും കുറെ അസൂയപ്പെട്ടിട്ടുണ്ട്. അവളുടെ അമ്മയച്ഛൻ ഇതേപോലെ കൂടെ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച്. അങ്ങനെ യങ്സയുടെ പേരൻസ് അവൾ കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ടിട്ട് അവള് കുറെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ എല്ലാവർക്കും യങ്സെ ഇഷ്ടം. പക്ഷെ അതേപോലെ ഇവൾക്ക് ആരില്ലെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് യങ്സയും അങ്ങനെയൊന്നുമില്ല എന്നെക്കാളും നീയാ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് അവള് ഷീയെ കുറിച്ച് പൊക്കി പറയും. അങ്ങനെ രണ്ടുപേർ തമ്മിലും പരസ്പരം അസൂയെ കൊണ്ടെന്ന് അവരിപ്പോ മനസ്സിലാക്കും. അങ്ങനെ അതൊക്കെ ഇപ്പൊ സംസാരിച്ച് തീർത്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യും. അങ്ങനെ ആ സമയത്താണ് ഷീലിംഗ് ഇവളെ ഫോൺ വിളിച്ചിട്ട് ഇവൾ ആശുപത്രി എത്തിയാൻ തിരക്കുന്നത്. അപ്പോഴാണ് അവൾ എത്തിയെന്ന് പറഞ്ഞിട്ട് ഷീക്ക് ബോധം വന്ന കാര്യമൊക്കെ പറയും. അപ്പോഴാണ് ഇത് കണ്ട് ഷീയും അവൻ ഇവളെ കുറെ കെയർ ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷെ എൻസയ്ക്കാണ് ഇതിനൊരു ഉത്തരം കാണത്തില്ല. അതിനേശം ഇവിടെ യങ്സയുടെ കസിനും അവൻ എപ്പോഴത്തെയും പോലെ അവൻ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കൂടെ ഗെയിം എപ്പോഴും സംസാരിച്ചോണ്ടിരുന്നത് ഇവന്റെ സീനിയറാന്ന് മനസ്സിലാകും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ മൊത്തത്തിൽ ഷോക്കായിട്ട് അപ്പൊ തന്നെ ഈ കാര്യം യങ്സയുടെ വീട്ടിലേക്കൊന്ന് പറയും. അങ്ങനെ ഇവന് സീനിയറും കൂടെ ഇപ്പൊ മിക്കവാറും സെറ്റ് ആകും പറഞ്ഞ് അവൻ ആ കാര്യമൊക്കെ റൂമിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തിരുന്ന അവളുടെ അച്ഛനമ്മയും കൂടെ ഇവൻ പഠിക്കാതെ എന്തോ പ്രണയിച്ച് നടക്കുവാണെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അവളുടെ അച്ഛൻ അവനെ അടിച്ചങ്ങ് പൊട്ടിക്കും. അതോടെ അവനാണ് പേടിച്ചിട്ട് ആകെ ഇപ്പോഴാ പെണ്ണ് തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവൻ എല്ലാവരുടെ അടുത്ത് ഷോ കാണിച്ചുകൊണ്ടിരിക്കും സീനിയർ ഇപ്പൊ ഇവൻ ഇഷ്ടപ്പെടുവാന്ന്. അപ്പോഴാണ് മറ്റവന്മാരൊക്കെ ഇവൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞ് അവരൊക്കെ വിശ്വസിക്കാതിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന സീനിയറും ഇവൻ പറഞ്ഞ സത്യ അവളിപ്പോ പ്രണയിക്കുവാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബാനറൊക്കെ അടിച്ചു വെച്ചേക്കും. അങ്ങനെ ഇവൻ പ്രപ്പോസ് ചെയ്ത പോലെ തിരിച്ചവൾ പ്രപ്പോസ് ചെയ്യുക. കാരണം ഇവൻ ഇഷ്ടതാന്ന് അവൾക്കറിയാം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാകുമ്പം ഇത് കണ്ടിട്ട് PT സാറും ഇതിന് അങ്ങേ സമ്മതിക്കത്തില്ലെന്ന് പറയും. കാരണം സീനിയർ പഠിച്ചിറങ്ങിയാലും ഇവൻ ഇതുവരെ പഠിച്ചിറങ്ങിയില്ല. അതുകൊണ്ട് പഠിത്തത്തിന് ശേഷം ഇതൊക്കെ
ഇതൊക്കെ മതി നിറഞ്ഞ് അങ്ങേര് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവൻ സീനനെ വിളിച്ചോണ്ട് സൈക്കിളിൽ റൈഡ് കൊടുത്തിട്ട് സാറ് പറഞ്ഞ പോലെ ഇവന് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവളെ പ്രപ്പോസ് ചെയ്യത്തുള്ളൂ പറയും. കാരണം ഇവളുടെ അത്രയും ഒരു ലെവലിൽ എത്തിയതിനു ശേഷം അവന്റെ ഇഷ്ടം പറയാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് 1 വർഷം വെയിറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവളാണ് സന്തോഷത്തി ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വാക്ക് കൊടുക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.